ഈ വീഡിയോയിലൂടെ കിസ്ക, കിസ്കി, കിസ്കെ ഹിന്ദിയിലെ ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. ഒരാളുടെയോ അല്ലെങ്കിൽ പലരുടെയോ ഉടമസ്ഥാവകാശം ചോദിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ വാക്കുകൾ നാം ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ വസ്തുക്കളോ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഒക്കെ ആകാം. ഒരിടത്ത് ഒരു കൂട് വച്ചിരിക്കുന്നു. അല്പം തൊട്ടടുത്തായി ചിലർ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു ഗാർഡ് അവിടെ വന്നിട്ട് ഇത് ആരുടെയാണെന്ന് ഹിന്ദിയിൽ ചോദിക്കുന്നു. എങ്ങനെയോ അറിഞ്ഞു ഒരു സാധനം ഇരിക്കുന്നു, ഒത്തിരി നേരമായിട്ടും ആരും വരുന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് വന്നിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് കിസ്ക, കിസ്കി, കിസ്കെ ഇതിലേതായിരിക്കും. ആദ്യമായി ആ കൂട് ചെറുതായി തുറന്നു നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു പുസ്തകമാണ്. അപ്പോൾ ചോദിച്ചു യഹ് കിസ്കി ഹെ, യേ കിതാബ് കിസ്കി ഹെ. കിതാബിന് ശേഷം കിസ്കി ഉപയോഗിച്ചു. ഹിന്ദി അറിയാമായിരുന്നു അതുകൊണ്ട്. അപ്പോൾ മറ്റൊരുത്തൻ പറഞ്ഞു ജിൻകാ ഹെ ഓ ബാത്റൂം ഗയാ ഹുവാ ഹെ. ആരുടെയാണോ അദ്ദേഹം ബാത്റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു അമ്മാവനും S2 ഉണ്ടായിരുന്നു. കുളി കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവിടെ ബെർത്തിൽ ഒരു മാല ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് അറിയാനായിട്ട് താഴോട്ട് നോക്കിയിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കുവാൻ വേണ്ടിയിട്ട് യേഹു കിസ്കി ഹേ എന്ന് ചോദിച്ചു. അപ്പോൾ താഴത്തെ താഴെ ഇരിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. അപ്പം ആരും ഒന്നും പറയുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ അപ്പുറത്തുനിന്ന് വന്നു പറഞ്ഞു ഓ അത് എൻ്റെ ഭാര്യയുടെയാണ് എന്ന് പറഞ്ഞു. ചെറുക്കനൊരു കുസൃതിക്കാരനാണ്, അവൻ ചെയ്ത പണിയാണ്, മാല വരവുമാലയാണ്. അപ്പോൾ അമ്മാവൻ ചോദിച്ചത് യേ കിസ്കി ഹാർ ഹേ, ഹാർ മാല. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു चाचा किसकी नहीं है, किसका है, मेरा वाइफ का है, मेरा पत्नी का है. ചിലപ്പം കിസ്കി ഉപയോഗിച്ചത് ആദ്യത്തെ ആ പുസ്തകത്തിന് കിസ്കി ഉപയോഗിച്ചല്ലോ ആ ഗാർഡ്. അത് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ അമ്മാവൻ ഇവിടെയും കിസ്കി ഉപയോഗിച്ചത്. ട്രെയിൻ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരാൾ കയറി വന്നു. അപ്പോൾ ഒരു നമ്പറിൽ, സീറ്റിൻ്റെ നമ്പറിൽ അവിടെ 2 പുസ്തകങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു യേ കിതാബ് കിസ്കെ ഹെ. കേട്ടാൽ തോന്നും അയാൾക്ക് ഹിന്ദി അറിയാം. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ശരിക്കും അത് ചോദിച്ചത്. കിതാബ് കിസ്കെ ഹെ. അപ്പോൾ അടുത്തിരുന്നയാൾ പറഞ്ഞു അതിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ വരും, അപ്പുറത്ത് പോയിരിക്കുക. ജിൻകാ ഹെ വോ അഭി ആയേഗ, ഉസ് തരഫ് ഗയാ ഹെ. തബ് ഉസ് ആദ്മി ആകെ ജഗ ഢൂണ്ഡനെ കെ ലിയെ ഗയ. പിന്നെ അദ്ദേഹം മുൻപോട്ട് ഇരിക്കാൻ ഉള്ള സ്ഥലമുണ്ടോ എന്നറിയാൻ വേണ്ടി പോയി. ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ അയാൾ മുൻപോട്ട് നോക്കാൻ പോയത്. അപ്പോൾ ചിലർ കിസ്ക പറയുന്നു, ചിലരൊക്കെ കിസ്ക പറയുന്നു, ചിലർ കിസ്കി പറയുന്നു, കിസ്കെ പറയുന്നവരുമുണ്ട്. എവിടെ എന്തു പറയും അതൊരു ചെറിയ കൺഫ്യൂഷൻ പോലെ നിൽക്കുന്നു. എന്നാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു എന്തുകൊണ്ടാണ് എവിടെയാണ് കിസ്ക, കിസ്കി, കിസ്കെ ഉപയോഗിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുസൃതിച്ചെറുക്കൻ ഒരു വരവുമാല കൂടെ എടുത്തിട്ട് അങ്കിളിനെ ഇങ്ങനെ കാണിക്കുക. ദേഖോ അങ്കിൾ അഭി ദോ ഹേ, പഹലെ ഏക് താ നാ, അഭി ദോ ഹോ ഗയ, ദോ ഹാർ ഹോ ഗയ. 2 മാല ആയി. അപ്പോൾ അമ്മാവൻ പുഞ്ചിരിച്ചു. ടീക്ക് ഹേ, ഖേലോ ഖേലോ, കുഴപ്പമില്ല നീ കളിച്ചോ എന്നുള്ള അർത്ഥത്തിൽ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. എന്നിട്ട് ആ അമ്മാവൻ, ആ ചാച്ച ഒന്ന് ചോദിച്ചു, ഒരു ചെറിയ തമാശയോടുകൂടി ചോദിച്ചു യേ കിസ്കെ ഹേ. ഇപ്പോൾ അദ്ദേഹം ശരിയായിട്ടാണ് ചോദിച്ചത് കിസ്കെ. ചിലപ്പോൾ ഇതിനു മുൻപ് വന്ന ആ ആള്, ഇരിക്കാൻ വേണ്ടി വന്ന ആള് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഐഡിയ ആയിരിക്കും. 2 പുസ്തകങ്ങളായിരുന്നല്ലോ, അതുകൊണ്ട് അദ്ദേഹം കിസ്കെ പറഞ്ഞു. ഇവിടെ 2 മാലയുള്ളത് കൊണ്ട് കിസ്കെ പറയാമല്ലോ എന്ന് വിചാരിച്ച് കിസ്കെ ഹാറെ,
ആരുടെയാ ഈ മാലകൾ? അപ്പോൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവുകയും അവർ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. जो ध्यान से सुनता है वे इम्प्रूव कर सकता है, उनको समझ में आता है. വിഷയത്തിൽ ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും ശ്രദ്ധിച്ചാലോ അവർക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. അപ്പോൾ വിഷയത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും, ഈസിയായിട്ട് കഴിയും, എളുപ്പമാണ്. അപ്പോൾ ആ ചെറുക്കൻ്റെ അച്ഛൻ അമ്മാവനോട് ചാച്ച ആപ്കാ ഹിന്ദി ഇമ്പ്രൂവ് ഹോ രഹാ ഹൈ, ആപ് ഹിന്ദി സുധർ രഹാ ഹൈ ആപ് ഇങ്ങനെ പറഞ്ഞു. രാവിലെ അയൽവാസി പേപ്പർ മേടിക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ മുറ്റത്ത് ഒരു പശു നിൽക്കുന്നു. വീട്ടുകാരെല്ലാം അകത്തായിരുന്നു, അവരറിഞ്ഞില്ല. അപ്പോൾ അയാൾ ഏത് വാക്ക് ചേർത്തായിരിക്കും ചോദിച്ചത് ഇത് ആരുടെ പശുവാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വസ്തുക്കൾക്ക് കിസ്ക കിസ്കി കിസ്കെ ഉപയോഗിച്ചതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്ക് പക്ഷി മൃഗാദികൾക്ക് വേണ്ടിയും കൂടെ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ പിന്നെ ബന്ധങ്ങളായിരിക്കാം. ആരുടെ മകൻ, ആരുടെ മകൾ, ആരുടെ മക്കൾ, അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ബന്ധങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ചോദിക്കാം. ആരുടെ മകൻ, ആരുടെ മകൾ, ആരുടെ മക്കൾ. അപ്പോൾ കിസ്ക കിസ്കി കിസ്കെ ഉപയോഗിച്ച് ചോദിക്കുവാനായിട്ട് കഴിയും. അത് ഏകവചനമോ ബഹുവചനമോ സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഒക്കെ ആയിരിക്കാം. ആരുടെ കൂട്ടുകാർ, ആരുടെ മക്കൾ, അങ്ങനെ ബഹുവചനത്തിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ കിസ്ക കിസ്കി കിസ്കെ. അപ്പോൾ ഇങ്ങനെ കിസ്ക കിസ്കി കിസ്കെ പറഞ്ഞിട്ട് സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെയോ അല്ലെങ്കിൽ ബന്ധങ്ങളുടെയോ ഒക്കെ ആ നൗൺ ഫോം, ആ പേര് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ കിസ്ക കഴിഞ്ഞു വരുന്ന വാക്ലിംഗത്തിലാണോ സ്ത്രീലിംഗത്തിലാണോ ബഹുവചനത്തിലാണോ എന്നുള്ള കാര്യം അറിയാമെങ്കിൽ കിസ്ക കിസ്കി കിസ്കെ തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ പുസ്തകം പുല്ലിംഗത്തിലാണോ സ്ത്രീലിംഗത്തിലാണോ, അതുപോലെ മാല പുല്ലിംഗത്തിലാണോ സ്ത്രീലിംഗത്തിലാണോ, ഒരു പുസ്തകം ഏകവചനമാണോ ബഹുവചനമാണോ, ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ കറക്റ്റായിട്ട് ശരിയായിട്ട് അതിന് മുൻപ് കിസ്ക കിസ്കെ കിസ്കി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും.